ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേര് അക്കൗണ്ട് സസ്പെൻഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉടനെ എടുത്ത് നോക്കുമ്പോഴേക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആയിട്ടുണ്ടാകും. ഒരുപാട് പേർക്ക് നേരിടുന്ന പ്രശ്നമാണ്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെയാണ് റിക്കവർ ചെയ്യാന്നുള്ളത്. പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആയിട്ടുണ്ടാകും. 180 ഡേയ്സിനുള്ള അപ്പീൽ കൊടുക്കണം. അതിന് മുമ്പ് അപ്പീൽ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. നിങ്ങൾ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള മെയിൻ കാരണം എന്താണെന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചില അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും, ചില അക്കൗണ്ടുകൾ റിക്കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മെയിനായിട്ട് നിങ്ങൾ സസ്പെൻഡ് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവുന്നത്. രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ്, അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോവേഴ്സ് കൂട്ടാനും ലൈക്സ് കൂട്ടാനൊക്കെ വേണ്ടി നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ആയി പോകുക. അതുപോലെ അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് ലോഗിൻ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തോ ഇല്ലീഗലായിട്ട് എന്തോ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്റ്റാഗ്രാമിന് അറിയാൻ പറ്റും. സോ അതിലൂടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആവും. ഇനി മൂന്നാമത്തെ കാര്യം, കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിന് എതിരായിട്ടുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആളുടെ കണ്ടന്റ് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഒക്കെ വരാറുണ്ട് അല്ലേ. സോ അങ്ങനെയാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മെയിനായിട്ട് സസ്പെൻഡ് ആയി പോവുക. ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവില്ല. എങ്ങനെയാണ് സസ്പെൻഡ് ആയി പോയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ നോക്കുക. ഇതേ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു ടെക്സ്റ്റ് ആയിരിക്കും കാണുക. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയിട്ട് 180 ഡേയ്സിനുള്ളിൽ നിങ്ങൾ അപ്പീൽ ചെയ്യാന്നുള്ളത്. അങ്ങനെ അപ്പീൽ ചെയ്യാന്നുള്ള ഈ ഒരു ബട്ടൺ കാണാൻ സാധിക്കില്ല. ഈ ഒരു അപ്പീൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം ആയിരിക്കും വരിക. മോസ്റ്റ്ലി ഒരു ഫോമാണ് വരിക. അതായത് നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക, അതുപോലെ തന്നെ ഇമെയിൽ കൊടുക്കുക, അതുപോലെ തന്നെ അപ്പീൽ ചെയ്യാനുള്ള ആ ഒരു റീസൺ അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് സസ്പെൻഡായി പോയത് മിസ്റ്റേക്കാണെന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അയക്കുക. ഈ അപ്പീൽ എന്നുള്ള ഈ ഒരു ഫോമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അങ്ങനെ എഴുതി അയച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു മെയിൽ വരും. അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അവർ മെയിൽ അയക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പെർമനൻ്റ്ലി ഡിലീറ്റ് ആവും. ചില കേസിൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റ്ലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അപ്പീൽ ഫോമിൽ നിങ്ങളുടെ പേര് കൊടുക്കണം, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, അതുപോലെ തന്നെ യൂസർ നെയിം കൊടുക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള ഒരു ID കാർഡിൻ്റെ പ്രൂഫും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അപ്പീലിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഫ്യൂ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റീപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അവർ മെയിൽ അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്പീൽ ഫോം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വാട്സപ്പ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോം കിട്ടും. അപ്പോൾ അതിൽ പോയി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് യൂസർ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ അപ്പീൽ ചെയ്യാനുള്ള കാരണം എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം അയച്ചു കൊടുത്താൽ മതി. സോ മിനിമം 40 hours അല്ലെങ്കിൽ 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റീപ്ലൈ ലഭിക്കുന്നതായിരിക്കും. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആയി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്പീൽ ചെയ്യുക. അതുപോലെ അപ്പീൽ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.